ഒരു പെണ്ണിനെ എനിക്ക് വെറുപ്പാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ. ഏത് പെണ്ണാണത്? തഖ്റുജു മിൻ ബൈതിഹാ തശ്തകി അലാ സൗജിഹാ. തൻ്റെ ഭർത്താവിൻ്റെ കൂടെ വീട്ടിൽ ജീവിച്ചിട്ട് ആ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഭർത്താവിനെ കുറിച്ച് പരാതി പറയും, കംപ്ലൈൻറ്റ് പറയും. അങ്ങനത്തെ പെണ്ണിനെ എനിക്ക് ഇഷ്ടമല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യൻദുറുല്ലാഹു ഇലാ ഇംറഅത്തിൻ ലാ തശ്കുറു ലിസൗജിഹാ വഹിയ ലാ തസ്തഗ്നി അൻ. അല്ലാഹു തആല ഒരു പെണ്ണിലേക്ക് അവൻ്റെ കാരുണ്യത്തിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം അല്ലാഹു നോക്കില്ല. ഇങ്ങനത്തെ പെണ്ണ് ലാ തശ്കുറു ലിസൗജിഹാ, തൻ്റെ ഭർത്താവിനോട് നന്ദി പറയാത്ത പെണ്ണ്. ഭർത്താവിനോട് ഉപകാരം ചെയ്ത് നന്നായിട്ടോ, എനിക്കത് വലിയ റാഹത്തായി, എനിക്ക് ഇഷ്ടമായി, നിങ്ങൾക്ക് നന്ദി ഉണ്ട് കേട്ടോ, അള്ളാഹു കൂലി തരട്ടെ എന്ന് ഉപകാരങ്ങൾക്ക് നന്ദി പറയാത്ത പെണ്ണ്. വഹിയ ലാ തസ്തഗ്നി അൻ, അവൾ ജീവിക്കുന്ന അവൻ്റെ കൂടെയാണ്. ആ ഭർത്താവില്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റൂല. അങ്ങനത്തെ പെണ്ണ്. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളുടെ കാര്യം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഒരു തരത്തിൽ വല്ലാത്തൊരവസ്ഥയാണ്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് പുറത്തു പോകും, പിന്നെ വീട്ടിൽ നിന്ന് പുറത്താണ്. ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നാൽ അവിടെ പെങ്ങന്മാരും വേറെ സിബ്ലിങ്സൊക്കെ ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചോ അത് കയറി വന്ന പെണ്ണ, അങ്ങോട്ട് വലിഞ്ഞു കയറി വന്നതാണെന്ന് അവർ പറയാം. അങ്ങനെ പറയാൻ പാടില്ലേ. അവിടെ വീട്ടിൽ നിന്നാണെങ്കിലോ പുറത്ത് പോകുന്നതും ചെയ്തു, കല്യാണം കഴിഞ്ഞ് പോകുന്നു. ഇവിടെ ആണെങ്കിലോ വന്നുകൂടിയ ആളാണ്, അവർ ഫോറിനറായിട്ടാണ് പിന്നെ കാലാകാലം ജീവിക്കുന്നത്. സുബ്ഹാന ജല്ല ജലാലു. വഹിയലാത്ത കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവിടെ ആശ്രയം ആരാ? ഭർത്താവാണ്. ഭർത്താവിൻ്റെ കൂടെ അവൾ ജീവിക്കുന്നത്. അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നതും തിന്നാൻ കൊടുക്കുന്നതും മക്കളെ വളർത്തുന്നതും ഒക്കെ അവർക്ക് വേണ്ട ചെലവ് ചെയ്യുന്നതും ഒക്കെ ഭർത്താവാണ്. എന്നിട്ട് ഭർത്താവിനെ സംബന്ധിച്ച് പരാതി പറയാം. ഉള്ള വിഷയം തന്നെ പരാതി പറയാമെന്ന് പറഞ്ഞാൽ, ഇല്ലാത്തത് പറഞ്ഞാൽ കളവ്, പച്ചക്കളവ്, നുണ പറഞ്ഞുണ്ടാക്കുക എന്നല്ലേ. ഉള്ള വിഷയങ്ങൾ തന്നെ പരാതി പറയാൻ പാടില്ല തൻ്റെ ഭർത്താവിനെ കുറിച്ച്. എത്ര നല്ല ഡിസിപ്ലിനാണ് ഇതൊക്കെ. നമ്മുടെ ശറഅ് പറയാൻ നോക്കൂ. ഈ ഒരു ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ കുടുംബജീവിതം ഉണ്ടാവില്ല, വലിയ പ്രയാസമായിരിക്കും. ഭർത്താക്കന്മാരും അങ്ങനെ ചെയ്യേണ്ട ഭാര്യമാരോട്. അവർക്ക് പല വിഷയ കഥ പറയാനുണ്ടാവും, ഒരുപാട് പരാതികൾ പറയാനുണ്ടാവും. സാരല്ലടി, ഇത് ഉമ്മയല്ലേ ഉപ്പയല്ലേ, നീ കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് വിചാരിച്ചേക്ക്. എന്നല്ല അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചിട്ട് അവിടെ എന്ത് ചെയ്യണ്ട, സ്ക്രൂ പിരി കയറ്റണ്ട, എന്ത് ചെയ്താൽ മതി, അതങ്ങ് ലൂസാക്കി വിടുക. സാരമില്ല, വിഷയമാക്കണ്ട. ഞാൻ അങ്ങനെയൊന്നും എൻ്റെ മനസ്സിലെടുത്തിട്ടില്ല, ഞാനല്ലേ നിൻ്റെ ഭർത്താവ്, എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല, പിന്നെ എന്തിനാ നീ പേടിക്കുന്നത്? അതങ്ങ് വിട്ടേക്ക്. ഇത്ര പറഞ്ഞാൽ തീരാവുന്ന വിഷയമുള്ളൂ. പലതും പറയാതിരുന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അതിങ്ങനെ മായ്ച്ചു കളയുന്നതാണ്. ക്ഷമിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അല്ലാഹു തആല ഇത് മായ്ച്ചു കളയും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല അവൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം നോക്കില്ല എന്ന് പറയുന്ന പെണ്ണാരാ? ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഭർത്താവിനെ കുറിച്ച് പരാതി പറയുകയും പിന്നെ ആ ഭർത്താവിനോട് നന്ദി പറയാതിരിക്കുക. ലാ തശ്കുറു സൗജിഹ. അപ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ ആകുമ്പം പ്രത്യേകിച്ച് പല വിഷയങ്ങളുണ്ടാവും. അങ്ങനെ കല്യാണം നാട്ടിൽ പോകേണ്ടി വരും. അപ്പോൾ കഴിഞ്ഞ ലീവിലല്ലേ നമ്മൾ പോയത്, അത് മറന്നിട്ടുണ്ടാവും. അന്ന് എത്രയാ ടിക്കറ്റ് എടുത്തത്, അത് മറന്നു പോയിട്ടുണ്ടാവും. പിന്നെ പറയും, നിങ്ങൾ എന്തായാലും ഒരു കല്യാണത്തിന് ഞാൻ കൂടല്ല, ഒരു ഫംഗ്ഷന് എനിക്ക് കൂടാൻ പറ്റുന്നില്ല, ഞാനിവിടെ കെട്ടിയിട്ട പോലെ ആയിപ്പോയില്ലേ. അപ്പോൾ എത്രയോ നന്മകൾ കഴിഞ്ഞു പോയ എത്രയോ ഹൈറുകൾ ഉണ്ടാവും, അതൊക്കെ മറന്നിട്ടുണ്ടാവും. ഇനി നാട്ടിലാണെങ്കിൽ തന്നെ അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകാൻ ഒരു ഡ്രസ്സ് വാങ്ങിച്ചില്ല എന്ന് പറയുമ്പോഴേക്ക് എനിക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ, ഞാൻ എപ്പോഴും പഴയതിട്ടിട്ടല്ലേ പോകുന്നത്. എവിടെ വാർഡ്രോബിൽ ഒരുപാടുണ്ടായിരിക്കും ഡ്രസ്സുകൾ, പക്ഷെ ഓർമ്മ ഉണ്ടാവില്ല. ഇതൊക്കെ ആര് വാങ്ങിച്ചെന്നതാ? എൻ്റെ ഭർത്താവ് വാങ്ങിച്ചെന്നാണ്. ലാ തശ്കുറു ലിസൗജിഹ. ഒരു നന്ദി എന്ന വാക്ക് പറയില്ല, ഭർത്താവിനോട് നന്ദി പറയില്ല. ചിലർ അത് എൻ്റെ അവകാശമാണെന്ന് വിചാരിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ഭർത്താവ് ഉപകാരങ്ങൾ ചെയ്ത് അത് എൻ്റെ അവകാശമാണ്. ഞാൻ അങ്ങനെ ഒരു വിഷയത്തിൽ ഡീൽ ചെയ്തിരുന്നു. അപ്പോൾ ആ പെണ്ണിനെ സംബന്ധിച്ചുള്ള പ്രശ്നം അതാണ്. എന്ത് ഭർത്താവ് ചെയ്തിട്ടാലും അതിന് നിങ്ങൾ ഔദാര്യമൊന്നുമല്ലല്ലോ, എൻ്റെ അവകാശമല്ലേ. അങ്ങനെ അവകാശമൊന്നുമില്ല. പട്ടിണിടക്കാണ്ട് ജീവിച്ചു പോവുക, അവർത്ത് മറക്കാനുള്ള വസ്ത്രം കൊടുക്കുക, പെരുന്നാൾക്ക് 2 ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുക, 2 പെരുന്നാക്കും, ഇതോടുകൂടെ തീരും. ബാക്കി ഒരാൾ ചെയ്യുന്ന ഫضല് തന്നെയാണ്. മിനിമം സർവൈവലിന് ആവശ്യമായ ഭക്ഷണവും വസ്ത്രവും താമസവും ഇത് ഭർത്താവിന് നിർബന്ധമാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ലല്ലോ ഇപ്പോൾ നടക്കുന്നത്. എത്രയോ ആഭരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കൂലേ, അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കൂലേ. അതൊക്കെ ഔദാര്യമാണെന്ന് വിചാരിക്കാൻ നിന്നാൽ ലാ തശ്കുറു ലിസൗജിഹ, ഭർത്താവിന് ശുക്ർ ചെയ്യാതിരിക്കുക എന്നാ. അങ്ങനെ ഒരിക്കലും ആവരുത്. ആരും അപ്രീസിയേഷൻ ഇഷ്ടപ്പെടും. ഒരു ചെറിയൊരു കാര്യം ചെയ്താലും നന്ദി കേട്ടോ, ഉപകാരം, ജസാക്കല്ലാഹു ഖൈർ, അള്ളാഹു നിങ്ങൾക്ക് ഖൈർ ചെയ്യട്ടെ, വലിയ ഉപകാരമായി എന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് ആരുമില്ല. മനുഷ്യന്മാരൊക്കെ അങ്ങനെയാണ്. ചെറിയ മക്കൾ പ്രത്യേകിച്ചും. ചെറിയ കുട്ടിയോടൊക്കെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞാൽ, എൻ്റെ ചെറിയ മോൾ 5 വയസ്സുള്ള മോൾ, അവൾ എന്തെങ്കിലും ചെയ്താൽ അങ്ങനെ വെയിറ്റ് ചെയ്യും.
അപ്പം എന്താ താങ്ക് യു പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. താങ്ക് യു പറയണമെന്ന്. അതെ, താങ്ക് യു, യു വെൽക്കം എന്ന് പോയി. അപ്പോൾ അവർ ആ താങ്ക് യു പറയാനും അത് നന്ദിയുണ്ട് എന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനും ചെയ്യപ്പെടാനും അള്ളാഹു മനുഷ്യൻ്റെ മനസ്സുകൾ അങ്ങനെ പഠിച്ച കൊച്ചുമക്കളടക്കം. അപ്പം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇതൊരു വലിയ ക്വാളിറ്റിയാണ്. ഒരു ചായ കുടിച്ചു മിനിമം ഒരു കഫ്തീരിയെന്ന്, ചിലപ്പോൾ ഒരു ചായ ഒരു എന്തുണ്ടാവില്ല, എന്നാലും ചായ കുഴപ്പമില്ല കേട്ടോ, അത്ര പറയാലോ. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, ഈ ചായ ഒരു വ്യത്യസ്തമായ രുചിയാണല്ലോ. ആ ചായ ഉണ്ടാക്കുന്ന ആൾക്ക് അന്ന് പെരുന്നാളായിരിക്കും. കാരണം ആരും അങ്ങനെ പറയുന്നുണ്ടാവില്ല, മുതലാളി മൊത്തം ചീത്ത പറയലായിരിക്കും. അതിനിടയ്ക്ക് നിങ്ങൾ വന്നിട്ട് നല്ല ചായയാണെന്ന് പറഞ്ഞ് പിന്നെ മുമ്പ് ഉണ്ടാക്കുന്ന ചായ നന്നാവണമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ചെയ്യും. അതേത് പിടിച്ച് ഇതെന്ത് ചായയാണ് എന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ്റെ എല്ലാ മാനവീയാത്തും നഷ്ടപ്പെട്ടു പോയി. അപ്രീസിയേഷൻ ഭയങ്കര സംഭവമാണ്. അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴേ മക്കൾ തന്നെ പഠിക്കുള്ളൂ. അവർ നമ്മളൊക്കെ പ്രൈസ് ചെയ്യണം എന്നാണ് പറയാം. മക്കൾ എന്ത് ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവരെ അഭിനന്ദിക്കണം എന്നാണ്. അപ്പോഴേ അവർ കൂടുതൽ മുന്നോട്ട് പോവുള്ളൂ. നമ്മളിങ്ങനെ A+ കിട്ടിയില്ല, അപ്പോൾ A കിട്ടിയില്ല, അൽഹംദുലില്ലാ, നമുക്കിങ്ങനെ ഇരുന്നുണ്ട് A+ എന്നൊക്കെ പറയാൻ ഭയങ്കര രസമാണ്. ഈ കുട്ടികൾ എത്ര പഠിക്കണം എന്ന് പറയുന്നത്, ഇതിനൊക്കെ എത്ര അധ്വാനിക്കണം. എല്ലാവർക്കും ഒരേപോലെ ബുദ്ധി ഉണ്ടാവുമോ, ഓർമ്മശക്തി ഉണ്ടാവുമോ? അപ്പം നമ്മളവരെ പ്രഷറൈസ് ചെയ്യാണ്. അവരെങ്ങാനും ഉമ്മാൻ്റെ പാപ്പാൻ്റെ SSLC ബുക്കിൽ കൊണ്ടുവന്നാട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പെടും. നമ്മളവരോട് A+ ഫുള്ള് കിട്ടണം എന്നൊക്കെ പറയുമ്പോഴേ അപ്രീഷിയേറ്റ് ചെയ്യുക. അവർ ചെയ്യുന്ന ചെറുതും വലുതുമായ നല്ല കാര്യങ്ങൾക്ക് അവരെ പ്രശംസിക്കുക. അങ്ങനെ പ്രശംസിക്കുകയോ അഭിനന്ദിക്കുകയോ നന്ദി പറയുകയോ ചെയ്യാത്ത ഭാര്യമാർ, അള്ളാഹു അവരിലേക്ക് അവൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം നോക്കണം. അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടണമെങ്കിൽ ഭർത്താക്കന്മാരെ സന്തോഷിപ്പിക്കൽ നിർബന്ധമാണ്. കാരണം എന്തേ, ആ പെണ്ണിൻ്റെ ജീവിതം അവരേറ്റെടുത്തിരിക്കുകയാണ്. അവളുടെ സംരക്ഷണം, അവളുടെ സേഫ്റ്റി, അവളുടെ ഭക്ഷണം, അവളുടെ വസ്ത്രം, അവളുടെ താമസം എല്ലാം ആ ഭർത്താവിൻ്റെ ചുമലിലാണ്. ഭർത്താവ് ജോലിക്ക് പോകണം. ഭർത്താവ് ജോലിക്ക് പോകാൻ കഴിവുണ്ടായിരിക്കെ വീട്ടിലിരുന്ന് പെണ്ണെ നീ പൊയ്ക്കോ എന്ന് പറയാൻ പാടില്ല എന്നാ. കാരണം അവിടെ വാജിബ്, നഫഖ വാജിബായത് ആർക്കാണ്? ഭർത്താവിനാണ്, പെണ്ണിനല്ല. സുബ്ഹാനല്ലാഹ്. ഇന്നി അക്റഹുൽ മർഅത തഖ്റുജു മിൻ ബൈതിഹാ തശ്തകി അലാ സൗജിഹാ. അതുകൊണ്ട് മറ വേണം. നമ്മുടെ കുടുംബജീവിതങ്ങളിൽ ഒക്കെ മറ വേണം, സുഹൃത്തുക്കളിൽ മറ വേണം. കാരണം പഠിക്കുന്ന കാലത്ത് ഒരുപാട് കുരുത്തക്കേടുണ്ടാവും. ചില മെഡിക്കൽ കോളേജിലൊക്കെ പഠിച്ച പെൺകുട്ടികളൊന്നും കല്യാണം തന്നെ കഴിച്ചുകൂടാന്ന് പറയും, ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ചില മെഡിക്കൽ കോളേജുകളുണ്ട് നാട്ടിൽ, ചില കോളേജുകൾ വേറെയുണ്ട്, ഞാൻ പറയില്ല. അവിടെ നിന്ന് കല്യാണം കഴിക്കരുത്. എന്താ അവിടെ നടക്കുന്ന കുരുത്തക്കേട് അങ്ങനെയാണ്, അതെല്ലാവർക്കും അറിയാം. അത് ഒരുമിച്ച് പഠിച്ച ആളുകൾക്കറിയാം. അപ്പോൾ ഒരു പെണ്ണിന് ഹൈറായൊരു കല്യാണം, അവൾ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ പുതിയണ്ണായിട്ട് സ്റ്റേജുമ്പോൾ കയറുമ്പോൾ നോക്ക് അവളൊക്കെ എനിക്കറിയാം, അത് പറയരുത്, ഐബാക്കലാണ്. കാരണം ഒരു മനുഷ്യൻ തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു തആല അവർക്ക് പുറത്തു കൊടുക്കും, അല്ലേ? അള്ളാഹു മാപ്പാക്കി കൊടുക്കും.